വ്യത്യസ്തമായ തൊഴിൽ മേഖലകളിൽ ജോലി ചെയ്യുന്ന നിരവധി മലയാളികളുണ്ട് മുംബൈയിൽ. അത്തരമൊരു മലയാളിയെ തേടിയാണ് മുംബൈയിലേക്കുള്ള നമ്മുടെ യാത്ര. നമ്മുടെ എന്ന് പറയുമ്പോൾ നമ്മുടെ ശ്രീനാഥാണ് യാത്ര പോകുന്നത്. വസ്ത്രങ്ങളിൽ ചിത്രപ്പണികൾ ചെയ്യുന്ന TK മുരളീധരൻ എന്നയാൾ ഘാട്ട്കൂപ്പറിലുണ്ട്. നിരവധി എക്സിബിഷനുകൾ ഇതിനോടകം ചെയ്തിട്ടുള്ള ചിത്രകാരനും പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുള്ള കവിയും കൂടിയായ മുരളീധരന്റെ വിശേഷങ്ങളാണ് നമുക്കിനി കാണേണ്ടത്. അങ്ങനെ നമ്മൾ TK മുരളീധരൻ്റെ പണിശാലയിലേക്കാണ് എത്തിയിട്ടുള്ളത്. മുരളീചേട്ടൻ എന്നോടൊപ്പം ഉണ്ട്. ഇതൊക്കെ നമ്മൾ ചെയ്ത വർക്കാണല്ലേ? മലയാളം ഉണ്ടല്ലേ? മലയാളത്തിൽ കവിതകളാണ്. ഇതെന്താ? അത് നമ്മുടെ സുഹൃത്തിന് വേണ്ടിയിട്ട് എഴുതിയതാണ്. അയാൾ സിനിമാ പാട്ട് എഴുതുന്ന ആളാണ്. അപ്പോൾ അയാൾ എഴുതിയിട്ടുള്ള പാട്ടുകളാണ് അത്. കൈകൊണ്ട് ഹാൻഡ് പെയിന്റിങ് ഡിസൈൻസ് ആണ് നമ്മൾ ചെയ്യുന്നത് മൊത്തം. അതിപ്പോൾ ടീഷർട്ട് ഉണ്ട്. ഇതിപ്പോൾ 2 ടീഷർട്ട്. അത് ജീൻസ് ആണല്ലേ? ജീൻസാണ്. എന്ത് കിട്ടിയാലും പെയിന്റ് ചെയ്യും. ചെരുപ്പ് കിട്ടുകയാണെങ്കിലും പെയിന്റ് ചെയ്യും ഞങ്ങൾ. ഈ ജീൻസ് പക്ഷേ കാണുമ്പോഴേ പ്രേക്ഷകർക്ക് ഇത് കാണുമ്പോൾ ഭയങ്കര കൗതുകം തോന്നും. ഈ പല മുഖങ്ങളും ഈ തരത്തിലുള്ള ജീൻസൊക്കെ ആരാണ് ഇടുന്നത്? അതൊക്കെ ഇടുന്നവർ ഇഷ്ടം പോലെ ഉണ്ട്. ബോംബെ അതാണല്ലോ അതിൻ്റെ പ്രത്യേകത. പ്രത്യേകമായിട്ട് ആരെങ്കിലും അതെ ഓർഡർ ചെയ്തിട്ട് ചെയ്യിപ്പിക്കുന്നതാണ്. വ്യക്തിപരമായി ഓർഡർ ചെയ്യുന്നത്? അതെ, വ്യക്തിപരമായിട്ട് ഓർഡർ ചെയ്യുന്നത്. ഡിസൈനേഴ്സാണ് എൻ്റെ പിന്നിലുണ്ടാവുക. അവർ നമുക്ക് ഓർഡർ തരുന്നു, നമ്മളത് ചെയ്യുന്നു. പിന്നെ ജസ്റ്റ് ഒരു ഐഡിയ അവർ തരും, പെയിൻറ്റിങ് ഏത് ടൈപ്പ് വേണം എന്നുള്ളത്. ജസ്റ്റ് അപ്പോൾ പോർട്രേറ്റ് വരെ നമ്മൾ മനസ്സിൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പോർട്രേറ്റ് ചെയ്യും. ഇങ്ങനെ ഒരു ജീൻസ് ഇത്രയും പണികളൊക്കെ ചെയ്തു തീർക്കാൻ എത്ര സമയം എടുക്കും? ഞങ്ങളൊരു 2-3 മണിക്കൂറിന് ഒരുപാട് സമയം ഞങ്ങൾക്ക് എടുക്കാൻ പറ്റില്ല. കാരണം പ്രൊഡക്ഷൻ 2-3 മണിക്കൂർ, അത് വളരെ കുറഞ്ഞ സമയമാണ്. പെട്ടെന്ന് നമ്മളൊരു പേപ്പർ ക്യാൻവാസിൽ വരയ്ക്കാൻ പോലും ഇതിൽ പെട്ടെന്ന് ചെയ്യും. പിന്നെ ഞങ്ങളുടെ ഒരു പ്രത്യേകത അതാണ്, പെട്ടെന്ന് ചെയ്യും. ഒരുപാട് സമയം എടുത്തിട്ട് ഇരുന്ന് വലിയൊരു ക്യാൻവാസ് ചെയ്യുമ്പോൾ അത്ര സാമ്പത്തികമായിട്ട് നമുക്ക് വാങ്ങിക്കാൻ പറ്റില്ല. അപ്പോൾ അതിന് ലിമിറ്റ് ഉണ്ട്. അപ്പോൾ ഒരു പാൻറ്റിന് മാക്സിമം ഇപ്പോൾ ഇതിനൊരു 5000 രൂപ വാങ്ങിക്കാം പെയിൻറ്റിങ്ങിന്, അത്രേ ഉള്ളൂ. ഇതല്ലാതെ ഒരു ഫാക്ടറി കൂടി ഉണ്ടോ? അതെ, ഇത് നമ്മൾ സാമ്പിളിങ് ചെയ്യുന്ന സ്ഥലമാണ്. ഇതിൻ്റെ വേറൊരു വർക്കിംഗ് ഏരിയ ഉണ്ട്, ഒരു വർക്ക്ഷോപ്പ് ഉണ്ട് നമുക്ക്. അവിടെ 8-10 ആർട്ടിസ്റ്റുകൾ വർക്ക് ചെയ്യുന്നുണ്ട്. അവരുടെ എന്ത് തരം വസ്ത്രങ്ങളും ചെയ്യും തോന്നുന്നു അല്ലേ? ഇതിപ്പോൾ ബ്ലേസറാണ്. അതെ, ബ്ലേസറാണ്. ഇത് എൻ്റെ പെയിൻറ്റിങ് ഷോയുടെ ഭാഗമായിട്ട് ഒരു സീരീസ് ഉണ്ട്, മിഷൻ ഓഫ് സ്കേപ്പ് എന്ന് പറഞ്ഞൊരു സീരീസിൻ്റെ ഭാഗമായിട്ട് ചെയ്ത വർക്കാണ്. അതായത് പെയിൻറ്റിങ്, ക്രിയേറ്റീവ് പെയിൻറ്റിങ് വസ്ത്രങ്ങളിലൂടെയും കടന്നു പോകുന്ന ഒരു ഇമേജാണ് അത്. അതായത് പെയിന്റിംഗ് ഒരു ക്യാൻവാസിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു സംഭവമല്ല. അത് മറ്റൊരു ബ്ലേസർ അല്ലേ? അതിന് മുകളിലുള്ള ഈ വർക്കുകളോ മറ്റു വർക്കുകളോ ഈ സ്റ്റോൺ വർക്ക് അത് അവർ പാർട്ടി വേറെ സ്ഥലത്ത് ചെയ്യിക്കുന്നു. ഹാൻഡ് വർക്ക് എന്ന് പറയും. എത്ര വർഷമായിട്ട് ഈ മേഖലയിലുണ്ട്? ഞാനൊരു 30 വർഷത്തോളമായി ശരിക്കും. ഞാൻ പെയിന്റിങ്, ക്യാൻവാസ് പെയിന്റിങ്, ക്രിയേറ്റീവ് പെയിന്റിങ് തുടങ്ങുന്നതിന് മുന്നേ ഞാൻ ഈ ഹാൻഡ് പെയിന്റിങ് മേഖലയിലേക്ക് എത്തിയിട്ടുണ്ട്, ചെയ്യുന്നുണ്ട്. അപ്പം ഈ വസ്ത്രങ്ങളിൽ മാത്രമല്ല, വലിയ ക്യാൻവാസിൽ, ഇതിനേക്കാൾ വലിയ ക്യാൻവാസിൽ ചിത്രങ്ങൾ വരയ്ക്കാറുണ്ട്, ചിത്ര പ്രദർശനങ്ങളും നടത്താറുണ്ട് അല്ലേ? അപ്പോൾ ഈ പുറകിലിതാ ഇവിടെ ഈ കാണുന്നത് അത്തരമൊരു പ്രദർശനത്തിൽ പ്രദർശിപ്പിച്ചിട്ടുള്ള ഒരു ചിത്രമാണ്. ഇതിനെക്കുറിച്ചൊന്ന് പറയും. അത് ഇപ്പോൾ നമുക്ക് ഓർഡർ തരാതെ നമുക്ക് നമ്മുടെ തലച്ചോറിൽ നിന്ന് കിട്ടുന്ന ഓർഡറിനനുസരിച്ച് ചെയ്യാൻ പറ്റുന്നൊരു സാധനമാണ് ക്രിയേറ്റീവ് പെയിൻറ്റിങ്. അപ്പോൾ അത് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സാധനമാണ്. അത് ഞാൻ ഇപ്പം കൊണ്ടുപോകുന്നുണ്ട്. അതിന് യഥാർത്ഥത്തിലൊരു പാഷനാണ്. അത് പാഷനാണ്. അതിനുവേണ്ടി ഞാൻ ഒരു ഗാലറിക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് അതിൻ്റെതായ രീതിയിൽ പോകുന്നുണ്ട്. അതങ്ങനെ കേരളത്തിലും പ്രദർശനം നടത്തി? അതെ, കേരളത്തിൽ നടത്തിയിട്ടുണ്ട്. കേരളത്തിലിപ്പോൾ ലോകമേ തറവാട് എന്നുള്ള കൊച്ചി മുസരീസ് ബിനാലയുടെ അവരുടെ ഷോയിൽ ഞാൻ ഉണ്ടായിരുന്നു. എന്താണ് ഈ ഒരു ചിത്രത്തിൻ്റെ കോൺസെപ്റ്റ്? എന്താണ്
കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ ഈ നഗരത്തിൽ വന്നതുകൊണ്ടാണ് നമ്മൾ പെയിൻറ് ചെയ്യാനും എഴുതാനും ഇതിനൊക്കെ തുടങ്ങുന്നത്. കാരണം ഇവിടെ ജീവിതങ്ങളെ അത്രയ്ക്ക് അടുത്തൊരു മൈക്രോസ്കോപ്പിൽ എന്ന പോലെ കാണാൻ പറ്റുന്ന ഒരവസ്ഥയാണ് സിറ്റിയിലുള്ളത്. അപ്പോൾ അതെന്തായാലും നമുക്ക് തരുന്ന ഊർജ്ജം ഏതെങ്കിലും രീതിയിൽ പുറത്തേക്ക് വരും, കവിതയായിട്ടോ ചിത്രമായിട്ടോ അല്ലെങ്കിൽ എങ്ങനെയൊക്കെ ആയിട്ട് നമുക്കത് വരും. ആ നഗരം നമ്മളെ കൊണ്ട് ചെയ്യിക്കുന്നതാണത്. അതിൻ്റെ ഒരു റിസൾട്ടാണ് എൻ്റെ ചിത്രങ്ങൾ. ഒരുപാട് ചിത്രങ്ങൾ ഇങ്ങനെ കൂട്ടി വെച്ചിട്ടുണ്ട്. ഇവിടെ മാത്രമല്ല തോന്നുന്നില്ലേ, ആ ഫാക്ടറിയിലും ഉണ്ടെന്ന് പറഞ്ഞു. ഇതൊക്കെ യന്ത്രങ്ങളാണ് അല്ലേ ഈ ചിത്രങ്ങൾ? ഇത് യന്ത്രങ്ങൾ എന്ന് പറയാൻ പറ്റില്ല, ഞാൻ പറഞ്ഞില്ലേ അത് ബ്രോക്കൺ മിഷൻ പാർട്സ് ആണ്. അത് നമ്മുടെ ലൈഫാണ് ശരിക്കും. ഇവിടെ സിറ്റി ലൈഫിൻ്റെ തന്നെ ഒരു റിഫ്ലക്ഷനാണത്. ഈ സീരീസിലുള്ള ചിത്രങ്ങളൊക്കെ ഏതാണ്ട് ഇങ്ങനെ ഒരു കോൺസെപ്റ്റ്. അതെ 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 അതെ. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ചെയ്ത ചിത്രങ്ങൾ വേറെ സ്വഭാവമുള്ളതാണ്. ചിത്രരചന മാത്രമാണോ? എനിക്കറിയാം കവിയാണെന്നുള്ളത്. ആ കാര്യം കൂടി പ്രേക്ഷകരോടത് പറയണം. അതെ, കവിതകൾ എഴുതാറുണ്ട്. മലയാളത്തിലെ ആനുകാലികങ്ങളിൽ എഴുതാറുണ്ട്. രണ്ട് കളക്ഷൻ വന്നിട്ടുണ്ട്. ഇനി ഒരെണ്ണത്തിനുള്ള തയ്യാറെടുപ്പിലാണ്. 2 കവിതാ സമാഹാരങ്ങൾ പ്രസിദ്ധീകരിച്ചു. നേത്രാവതി, ഒന്ന് അഴൽ നദികൾ. ഏതാണ് പബ്ലിഷേഴ്സ്? അത് സുഹൃതം ബുക്സ് ആണ്, KN ഷാജി സാറിൻ്റെ അവരാണ് ചെയ്തത്. ഇനിയിപ്പോൾ അടുത്ത് ചെയ്യാൻ പോകുന്ന ആരും ഫൈനലായിട്ടില്ല. വീട്ടിൽ ആരൊക്കെ ഉണ്ട്? എന്താ വീട്ടിൽ ഭാര്യ, 2 പെൺകുട്ടികൾ, ഡിഗ്രിക്ക് പഠിക്കുന്ന ഒരാൾ. ഈ ഒരു ടച്ചുണ്ടോ, കലാ ടച്ചുണ്ടോ? 100% ഉണ്ട്. അവരൊക്കെ നമ്മുടെ ഒപ്പം ഉണ്ട്. എന്ത് പണി ഇവിടെ ഉണ്ടാവാറുണ്ട്, ഇപ്പം ഒന്നും ഇല്ല എന്നുള്ളൂ. എത്ര ജോലിക്കാരുണ്ട്? ഇതൊരു വ്യവസായം കൂടിയാണല്ലോ, തങ്ങളുടെ ഒരു ബിസിനസ്. അവിടെ വർക്ക്ഷോപ്പിൽ ഒരു 10 ആർട്ടിസ്റ്റുകൾ വർക്ക് ചെയ്യുന്നുണ്ട്. ഇവിടെ ഞങ്ങൾ 3 പേര് വർക്ക് ചെയ്യുന്നുണ്ട്. ഇതിപ്പം നിങ്ങൾ ഡിസൈൻ നിങ്ങൾ തീരുമാനിക്കുന്നതാണോ? എങ്ങനെയാണ്? അവർ പറയുന്നതിനനുസരിച്ച് നിങ്ങൾ പുതിയ ഡിസൈൻ ഉണ്ടാക്കുവാണോ? രണ്ടും ഉണ്ട്. പലരും അവരുടെ ഡിസൈനർ സ്കെച്ച് ഇട്ട് തരുന്നത് നമ്മൾ കോപ്പി ചെയ്യുന്നതുണ്ട്. പിന്നെ അതല്ലാതെ നമ്മുടെ രീതിയിൽ ചെയ്യാൻ വേണ്ടി നമുക്ക് തരുന്നതുണ്ട്. എല്ലാ ഇതുണ്ട് നമ്മൾ. പിന്നെ അതുപോലെ നമുക്ക് പുതിയ ക്ലയൻസ് അല്ല, 10-20 വർഷമായിട്ടുള്ളതായതുകൊണ്ട് അവരുടെ രീതി എങ്ങനെയാണ് അവർക്ക് വേണ്ടത് എന്നുള്ളത് നമുക്കറിയാം. ആകാശത്തോളം പൊങ്ങി നിന്ന് നോക്കുമ്പോൾ കുനുകുനെ മനുഷ്യക്കൂരകൾ തിണർത്തുകിടക്കുന്ന നിന്റെ നഗ്ന ശരീരം, അല്ല തുരുമ്പെടുത്ത ഏതോ ജ്യാമിതീയ ഭൂപടം. എന്തുമാകട്ടെ പ്രിയതമേ, നിന്നിലെവിടെയാണ് എൻ്റെ ഇടം. ഒരു കവി കൂടിയാണ് മുരളിച്ചേട്ടൻ. അദ്ദേഹത്തിൻ്റെ കവിതാ സമാഹാരമാണ് എൻ്റെ കയ്യിലുള്ളത്. അഴൽ നദികൾ എന്നതാണ് ആ പുസ്തകത്തിൻ്റെ പേര്. ഈ കവിത എഴുതുന്നത് എങ്ങനെ? കുട്ടിക്കാലത്തെ ഉള്ള ഒരു ഇതാണോ? അല്ല, ഒരു കുട്ടിക്കാലത്തുണ്ട്, പക്ഷെ അത് ഇവിടെ വന്നതിന് ശേഷമാണ് ഇതൊക്കെ ഡെവലപ്പ് ചെയ്തതും സിറ്റിയിൽ വന്നതിന് ശേഷമാണ്. അങ്ങനെ നിറങ്ങളുടെയും എഴുത്തിൻ്റെയും എല്ലാം ലോകത്തിലൂടെ തൻ്റെ ഉപജീവനവും തൻ്റെ പാഷനെയും എല്ലാം ഒരുമിച്ച് കൊണ്ടുപോവുകയാണ് മുരളീധരൻ. ഏതായാലും മുംബൈയിലെ ഒരു വ്യത്യസ്തനായ ഒരു മലയാളിയെയാണ് ഇപ്പോൾ പ്രേക്ഷകരെ പരിചയപ്പെടുത്തിയത്. മുംബൈയിൽ നിന്നും ശ്രീനാഥ് ചന്ദ്രൻ, 24.